ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Psc ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാത്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഭിന്നസംഖ്യകൾ. ഭിന്നസംഖ്യയുടെ ഭാഗത്തുനിന്ന് PSCക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കുറേ ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ ഏറ്റവും വലുത് ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിനെ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഭിന്നസംഖ്യകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഭിന്നസംഖ്യയെ പറ്റി പറയുകയാണെങ്കിൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളാണ് എന്തെന്ന് പറയുന്നത്, ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. P/Q അതായത് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് എന്തെന്ന് പറയുന്നത്, ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 4/5, 2/3, 6/7 ഇങ്ങനെ എഴുതുന്നതെല്ലാം എന്താണ്, ഭിന്നസംഖ്യയാണ്. ഓക്കെ, ഇപ്പൊ P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളാണ് എന്തെന്ന് പറയുന്നത്, ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എഴുതിയിട്ടുള്ള സംഖ്യകളിൽ മുകളിൽ കാണുന്ന സംഖ്യയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അംശം എന്ന് പറയുന്നത്. മുകളിൽ കാണുന്ന സംഖ്യയാണ് എന്തെന്ന് പറയാ, അംശം എന്ന് പറയാ. അതുപോലെ താഴെ കാണുന്ന സംഖ്യയാണ് ഛേദം എന്ന് പറയാം. മുകളിൽ കാണുന്ന സംഖ്യ എന്താണ്, അംശം. അതുപോലെ തന്നെ താഴെ കാണുന്ന സംഖ്യയാണ് ഛേദം. അതൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ അംശത്തോടെ ഇത്ര സംഖ്യ ചേർക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അംശം അല്ലെങ്കിൽ എന്താണ് ഛേദം എന്ന് അറിഞ്ഞാൽ മാത്രമേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മുകളിൽ കാണുന്ന നമ്പറാണ് അംശം, അതുപോലെ താഴത്തെ നമ്പറാണ് എന്തെന്ന് പറയുന്നത്, ഛേദം എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഇപ്പോൾ രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. 4/5 പ്ലസ് 2/5 ഇങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇത് തമ്മിൽ കൂട്ടാൻ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ കൂട്ടുക? രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാനുള്ള വിധമാണ് നോക്കുന്നത്. ഇങ്ങനെ രണ്ട് നമ്പർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4/5 പ്ലസ് 6/3 ഇങ്ങനെ രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ആഡ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ 4/5 പ്ലസ് 2/5 എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടിൻ്റെയും ഛേദം എന്താണ്, തുല്യമാണ് ആണല്ലോ. രണ്ടിൻ്റെയും ഛേദം എന്ന് പറയുന്നത് തുല്യമാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ആൻസറിൽ ഛേദത്തെ അതുപോലെ തന്നെ എഴുതുക. രണ്ടും സെയിം ആണ്, ഛേദം തുല്യമാണെങ്കിൽ ആ ഛേദത്തെ അതുപോലെ തന്നെ എഴുതി മുകളിലത്തെ നമ്പർ മാത്രം കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ 4ഉം 2ഉം കൂടെ കൂട്ടി എത്ര കിട്ടും, 6 എന്ന് കിട്ടും. അപ്പോൾ 6/5 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, എന്താണ് ചെയ്തത്, രണ്ടും താഴത്തെ ഛേദങ്ങൾ രണ്ടും തുല്യമാണെങ്കിൽ ഛേദം അതുപോലെ എഴുതി മുകളിലത്തെ സംഖ്യകൾ മാത്രം ആഡ് ചെയ്താൽ എന്തായി, ആൻസറായി. ഇനി ഇവിടെ നോക്കാം, ഇവിടെ 4/5 പ്ലസ് 6/3 ആണ് അല്ലേ, 4/5 പ്ലസ് 6/3 ആണ്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഛേദം വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടുമ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യത്തെ സെറ്റിലെ അംശം കൊണ്ട് രണ്ടാമത്തെ നമ്പറിലെ ഛേദത്തെ ഗുണിക്കുക. അപ്പോൾ 4 × 3 12. ഇനി ഇവിടെ പ്ലസ് ആണല്ലോ, അപ്പോൾ പ്ലസ്. ഇനി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 6 × 5 6×5 30 ബൈ 5 × 3 എത്രയാണ്, 15. താഴത്തെ ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചു. ഓക്കെ, ഇനി 12ഉം 30ഉം 42 ബൈ 15 എന്ന ആൻസർ കിട്ടും. എങ്ങനെയാണ് ചെയ്തത്, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യത്തേതിൻ്റെ അംശത്തെ രണ്ടാമത്തെ ഛേദം കൊണ്ട് ഗുണിക്കുക. 4 × 3 പ്ലസ് 5 × 6 ചെയ്തു, ഡിവൈഡഡ് ബൈ താഴത്തെ രണ്ട് ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് നമ്മൾ ആൻസർ എഴുതി. ഇങ്ങനെയാണ് ഗുണിക്കുക. ഇവിടെ എന്താണ് ചെയ്തത്, ഛേദം തുല്യമായതുകൊണ്ട് ഛേദം അതുപോലെ തന്നെ എഴുതി. താഴത്തെ സംഖ്യ തുല്യമാണ്, അപ്പോൾ അതുപോലെ തന്നെ എഴുതി മുകളിലത്തെ നമ്പറുകൾ തമ്മിൽ കൂട്ടി ആൻസർ എഴുതി. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ്, P/Q ഫോമിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഒരു ഭിന്നസംഖ്യ തന്നാൽ അതിലെ മുകളിലത്തെ നമ്പർ എന്താണ്, അംശമാണ്, താഴത്തെ നമ്പർ ഛേദമാണ്. ഇനി അഡീഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഛേദം തുല്യമായിട്ടുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം, ഛേദം അതുപോലെ തന്നെ എഴുതുക. ഛേദം എന്ന് വെച്ചാൽ എന്താണ്, താഴത്തെ സംഖ്യ അതുപോലെ തന്നെ എഴുതി മുകളിലത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതി. ഇനി വ്യത്യസ്തമാണെങ്കിൽ എന്ത് ചെയ്യണം, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് താഴത്തെ ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ആൻസർ കിട്ടി. നമുക്ക് കുറച്ച് ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ്
ആഡ് ചെയ്യാമെന്ന് നോക്കാം. 5/9 5/9 പ്ലസ് 8/9. ഓക്കെ, 5/9 പ്ലസ് 8/9 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഛേദങ്ങൾ തുല്യമാണ് അല്ലേ? താഴത്തെ നമ്പർ എന്താണ്? സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മുകളിലത്തെ നമ്പർ മാത്രം ആഡ് ചെയ്തിട്ട് താഴത്തെ നമ്പർ അതുപോലെ തന്നെ എഴുതാം. ഛേദം തുല്യമാണെങ്കിൽ ഛേദം അങ്ങനെ തന്നെ എഴുതി മുകളിലത്തെ നമ്പർ മാത്രം ആഡ് ചെയ്യാം. അപ്പോൾ 8 5 13. ഛേദം അതുപോലെ തന്നെ എഴുതി നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. 3/7 പ്ലസ് 5/7. ഇവിടെയും എന്ത് തന്നെയാണ്? രണ്ടിൻ്റെയും ഛേദങ്ങൾ തുല്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഛേദം അതുപോലെ എഴുതി മുകളിലത്തെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 5 3 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എളുപ്പമാണല്ലോ. ഛേദം തുല്യമാണെങ്കിൽ അത് അതുപോലെ തന്നെ എഴുതിയിട്ട് മുകളിലത്തെ നമ്പർ തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും. ഇനി അടുത്തത് നോക്കാം. 3/7 പ്ലസ് 2/3. ഇവിടെ എന്താണ്? ഛേദങ്ങൾ തുല്യമല്ല അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള നമ്പറുകളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 3 × 3. ഓക്കെ, ഇതിൻ്റെ അംശവും രണ്ടാമത്തതിൻ്റെ ഛേദവും കൂടെ ഗുണിക്കുക. 3 × 3 9. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 2 × 7 14. ഇനി താഴത്തെ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക ബൈ 7 × 3. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 14 9 23/7 × 3 21 എന്ന് കിട്ടും. ആൻസർ കിട്ടിയല്ലോ. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇത് നോക്കാം. 7/5 പ്ലസ് 6/3. ഇവിടെയും എന്താണ്? ഛേദങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 7 × 3 21 പ്ലസ് 5 × 6 30 ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 5 × 3 15. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരും? 30 പ്ലസ് 21 51/15 എന്ന് കിട്ടും. എളുപ്പമാണല്ലോ. എന്താണ്? ഛേദങ്ങൾ തുല്യമാണെങ്കിൽ എന്ത് ചെയ്യുക? ഛേദം അതുപോലെ തന്നെ എഴുതുക. ഛേദം എന്ന് വെച്ചാൽ എന്താണ്? താഴത്തെ നമ്പർ അതുപോലെ തന്നെ എഴുതി മുകളിലത്തെ നമ്പർ കൂട്ടി എഴുതി. ഇനി ഇവിടെ വ്യത്യസ്തമാണെങ്കിൽ എന്ത് ചെയ്തു? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൻ്റെ അംശവും ഇതിൻ്റെ ഛേദവും കൂടെ ഗുണിച്ചു പ്ലസ് ഇതിൻ്റെ അംശം ഇതിൻ്റെ ഛേദവും കൂടെ ഗുണിച്ചു ഡിവൈഡഡ് ബൈ താഴത്തെ രണ്ട് ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചെഴുതി. അപ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഇനി നമുക്ക് രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ ഏതാണ് വലുത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ വലുത് ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കാം. 9/10 അതുപോലെ തന്നെ 8/11 രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ട്, രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിൽ വലുത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഹരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പോയിന്റ് ഒക്കെ ഇട്ടിട്ട് കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഏത് ഭിന്നസംഖ്യയാണ് വലുതെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ കൂട്ടുമ്പോൾ ചെയ്തില്ലേ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ഇവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്പർ മുകളിൽ എഴുതുക. ഇപ്പോൾ 9 × 11 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 9 × 11 അപ്പോൾ എത്രയാണ് വരിക? 11 × 9 99. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എഴുതി. ഇതിൻ്റെ അംശവും ഛേദവും കൂടെ ഇങ്ങനെയാണ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ മുകളിൽ എഴുതി. ഇനി 10 × 8 എത്ര വരും? 80 എന്ന് വരും. അതിൻ്റെ മുകളിൽ എഴുതി. ഇനി നമ്മളിങ്ങനെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയ ആൻസറിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കാം. 99ഉം 80ഉം ആണ്. അതിൽ ഏതാണ് വലുത്? 99 ആണ് വലുത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ 99ന്റെ താഴെ കിടക്കുന്ന ഈ നമ്പറാണ് നമ്മുടെ വലിയ ഭിന്നസംഖ്യ. മനസ്സിലായല്ലോ? എന്താണ് ചെയ്തത്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അത് കിട്ടുന്ന ആൻസർ അതിൻ്റെ മുകളിൽ എഴുതി. അതിൽ ഏതാണ് കിട്ടിയ നമ്പറിൽ ഏതാണ് വലുത്, അതിൽ വരുന്ന ഭിന്നസംഖ്യയാണ് എന്തെന്ന് പറയുന്നത് വലുത്. ഓക്കെ, ഇനി നോക്കാം. ഇത് നോക്കാം. 3/5 അതുപോലെ തന്നെ 5/7 രണ്ട് ഭിന്നസംഖ്യ തന്നിട്ടുണ്ട്. ഇതിൽ വലുത് ഏതാണെന്ന് എങ്ങനെ നോക്കണം? എന്താണ് പറഞ്ഞത്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 7 3 × 7 ചെയ്യുമ്പോൾ എന്താണ്? 21 അല്ലേ? 3 × 7 21. ഇനി 5 × 5 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 5 എത്രയാണ്? 25.
അപ്പോൾ ഇതിൽ ഏതാണ് വലിയ നമ്പർ കിട്ടിയത് ഗുണിച്ചപ്പോൾ 25 ആണല്ലോ. അപ്പോൾ ഈ ഭിന്നസംഖ്യയാണ് ഇതിൽ വലുത്. മനസ്സിലായല്ലോ? എളുപ്പമാണ്. എന്താണ്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്പർ എഴുതി അതിൽ ഏതാണോ വലുതായിട്ട് കിട്ടുന്നത് അതാണ് നമ്മുടെ വലിയ ഭിന്നസംഖ്യ. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ 3/8 2/7 നമുക്ക് എങ്ങനെ ഹരിക്കാതെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ആദ്യം ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 7 21, 8 × 2 16. അപ്പോൾ ഇവിടെ ഏതാണ് വലിയ സംഖ്യ? 21 ആണ്. അപ്പോൾ അതിന് തൊട്ട് താഴെ കിടക്കുന്ന ഭിന്നസംഖ്യയായ 3/8 ആണ് ഇവിടുത്തെ വലിയ ഭിന്നസംഖ്യ. ഒന്നുകൂടെ നോക്കാം. 4/9 5/11. ഇവിടെ എങ്ങനെയാണ്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 × 4 എത്രയാണ്? 44. 9 × 5 എത്രയാണ്? 45. അങ്ങനെ വരുമ്പോൾ ഏതാണ് വലിയ നമ്പർ? 44 ആണോ 45 ആണോ? 45 ആണ്. അപ്പോൾ അതിന് താഴെ വരുന്ന 5/11 എന്ന നമ്പറാണ് നമ്മുടെ വലിയ ഭിന്നസംഖ്യ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ ഏതാണ് വലുതെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്തു? ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ നമ്പർ മുകളിൽ എഴുതുക, അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് വെച്ചാൽ അതാണ് വലിയ ഭിന്നസംഖ്യ. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഗുണിച്ച് നമ്മൾ മുകളിലൊക്കെ എഴുതും. ഇനി കുറേ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് ഭിന്നസംഖ്യകൾ കാണുമ്പോൾ തന്നെ അത് ഏതാണെന്നുള്ളത് മൈൻഡിൽ തന്നെ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ വളരെ എളുപ്പമാണ്, പഠിച്ചു വെക്കുക. ഇപ്പം നമ്മൾ രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. ഇനി ഇവിടെ നോക്കാം. ഇവിടെ 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്, എന്നിട്ട് അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ താഴെ 4 ഭിന്നസംഖ്യകൾ തന്നിട്ട് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ 4 എണ്ണമൊക്കെ തന്നാൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം എന്ത് ചെയ്യുക? ആദ്യത്തെ 2 ഭിന്നസംഖ്യ എടുക്കുക, അതിനെ ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം? 3 × 7 21, 5 × 5 25. നേരത്തെ അങ്ങനെയല്ലേ ചെയ്തത്? അപ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 21 25. അപ്പോൾ വലുത് ഏതാണ്? 25 ആണ്. അപ്പോൾ ഇതിൽ വലിയ സംഖ്യ ഏതാണ്? 5/7 ആണെന്ന് കിട്ടി. നമുക്ക് വലിയ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5/7 കിട്ടി. ഇനി ഈ 5/7നെ അടുത്ത നമ്പർ ഏതാണ്? 7/9. അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ആദ്യം 2 എണ്ണം ചെയ്തു, അതിൽ നിന്നും വലുത് കണ്ടെത്തി ആ വലിയ സംഖ്യയും അടുത്ത സംഖ്യയും കൂടെ ക്രോസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 5 × 9 45, ദെൻ 7 × 7 49. ഇനി ഇതിൽ ഏതാണ് വലുതെന്ന് നോക്കാം. 45ഉം 49ഉം ഇതിലേതാണ് വലുത്? 49 അല്ലേ? അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഭിന്നസംഖ്യയാണ് എന്ത്? വലുതെന്ന് പറയുന്നത്. അപ്പോൾ 7/9 ആണ് വലുത്. ഇനി ഇതിലും അടുത്ത സംഖ്യയും കൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ 7/9 അതുപോലെ തന്നെ 4/7 കൂടെ ചെക്ക് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യാം. 7 × 7 49, 4 × 9 36. അപ്പോൾ ഇതിലേതാണ് വലുത്? 36 ആണോ 49 ആണോ? 49 അല്ലേ? അപ്പോൾ ഏതാണ് സംഖ്യ വരിക? 7/9. അപ്പോൾ ഇതാണ് ഈ തന്നിട്ടുള്ളത് ഏറ്റവും വലിയ ഭിന്നസംഖ്യ. എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ ഫസ്റ്റ് 2 എണ്ണം തന്നാൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ആദ്യം ചെയ്യുക. ദെൻ അതിൽ വലുത് കിട്ടിയിട്ട് ആ വലിയ സംഖ്യയും അടുത്ത സംഖ്യയും കൂടെ ക്രോസ് ചെയ്ത് നോക്കുക. ദെൻ അതിൽ വലുത് ഏതാണെന്ന് നോക്കി അടുത്ത സംഖ്യയുമായിട്ട് ക്രോസ് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ കണ്ടെത്തി ഏതാണ് വലുത്? 7/9 ആണ് ഇതിലെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ഇനി ഇവിടെ നോക്കാം. 4 ഭിന്നസംഖ്യ തന്നിട്ടുണ്ട്. ഇതിലെ ഏറ്റവും ചെറുത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എങ്ങനെയാണ് ചെയ്യുക? നേരത്തെ പോലെ തന്നെ ക്രോസ് ചെയ്യുക. ആദ്യത്തെ 2 എണ്ണം എടുത്തു, ക്രോസ് ചെയ്യുക. 4 × 8 4 8 32, 9 × 3 3 9 27. 32 ആണോ വലുത് 27 ആണോ? 32 ആണ് വലുത്. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണ്? ചെറുത് 27 ആണ് അല്ലേ? അപ്പോൾ അതിന് താഴെയുള്ളത് ഏതാ? 3/8 ആണ് ചെറിയ ഭിന്നസംഖ്യ. ഇനി ഇതും അടുത്ത സംഖ്യയും കൂടെ ക്രോസ് ചെയ്യാം. 2/7 ആയിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ 3 × 7 21, 2 × 8 16. അപ്പോൾ ഇതിൽ ഏതാണ് ചെറുതെന്ന് നോക്കാം. ഏതാണ് ചെറുത്? 16 അല്ലേ? അപ്പോൾ അതിന് താഴെയുള്ളത് ഏതാണ്? 2/7 ആണ് ചെറിയ ഭിന്നസംഖ്യ. ഇനി ഈ 2/7ഉം 5/11 അടുത്ത സംഖ്യയും കൂടെ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
11 ഇൻറ്റു 2 22, 7 ഇൻറ്റു 5 35 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്തു? 22ഉം 35ഉം. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും ചെറുത്? 22 അല്ലേ? അപ്പോൾ 2/7 ഈ സംഖ്യയാണ് ഇതിലെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ 2 ഭിന്നസംഖ്യ എടുത്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അതിൽ കിട്ടിയ ആൻസറിൽ ഏറ്റവും വലുത് ഏതാണോ അതിന് തൊട്ട് താഴെ കിടക്കുന്ന ഭിന്നസംഖ്യയാണ് വലിയ ഭിന്നസംഖ്യ. ദെൻ അതും അടുത്ത സംഖ്യയായിട്ട് ക്രോസ് ചെയ്തു. അങ്ങനെ ക്രോസ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഏറ്റവും വലുത് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ചെറുതും കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭിന്നസംഖ്യ എന്താണ്, അതുപോലെ തന്നെ അംശം, ഛേദം, ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുക, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ, 3-4 ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭിന്നസംഖ്യയെ പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന് മുൻപ് മാത്സിലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.